ഡിയസ് 1893 കോയമ്പത്തൂരിന് തൊട്ടുള്ള കലങ്കൽ ഗ്രാമത്തിൽ ജനിച്ച ഗോപാലസ്വാമി ദുരൈസ്വാമി നായിഡു, ഇപ്പോഴത്തെ GD നായിഡു എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ ഒരു ജീവിത കഥയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോണത്. സാധാരണ ഒരു നിർധന കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഉയർച്ച താഴ്ചകളാണ് നമ്മളിത് നോക്കാൻ പോണത്. സാധാരണ കുടുംബത്തിൽ ജനിച്ചതാണെങ്കിലും എത്ര ഒരു മഹത് വ്യക്തിയായിട്ടാണ് പുള്ളി ഇപ്പോൾ അറിയപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ അറിയാതെ പോയ ഒരു സത്യമാണ്. നമ്മൾ മലയാളികൾക്കിടയിൽ അത്രയും സുപരിചിതനല്ലെങ്കിലും തമിഴ്നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് GD നായിഡു. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടെങ്കിലും നമ്മുടെ പരിമിതികളിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് വീഡിയോയ്ക്ക് പോവാം. ഒരുപാട് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ പ്രഭാഷകൻ. നമ്മളിന്ന് കോയമ്പത്തൂർ നമ്മുടെ GD മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് വന്നത്. കാർ മ്യൂസിയവും അതുപോലെ സയൻസ് മ്യൂസിയം ഉണ്ട്. കോംബോ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് 175 റുപ്യാണ് ഒരാൾക്ക് വരുന്നത്. കുട്ടികൾക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. അങ്ങനെ 4 പേർക്ക് 605 റുപ്യാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ലോക്കലായിട്ട് ഇത് കാണാനിരിക്കുന്നത് വളരെ മോശമായി വളരെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇവിടെ കാണാൻ വന്നിരിക്കുകയാണ്. എന്താ സംഭവം നമുക്ക് നോക്കാം. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സ്കൂൾ ഡ്രോപ്പ് ഔട്ടാണ് GD നായിഡു. പുള്ളി ആരംഭകാലത്ത് വിദ്യാഭ്യാസത്തിൽ വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പുള്ളി വിദ്യാഭ്യാസത്തിനോട് നിർബന്ധിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അച്ഛൻ നിർബന്ധിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ അച്ഛൻ ഒരു തോട്ടത്തിൽ പുള്ളിയെ ജോലിക്ക് ചേർത്താണ്. നോർമൽ വിദ്യാഭ്യാസത്തിൽ പുള്ളിക്ക് ഇഷ്ടമില്ല എന്നുള്ളത് വേണം പറയാൻ. എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞു വെച്ച കാര്യങ്ങൾ പഠിക്കുക അല്ലാതെ പഠിക്കുന്നതിനോട് പുള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ താല്പര്യമില്ല. പുള്ളിക്ക് മനസ്സിലുള്ളത് പുള്ളിക്ക് തന്നെ ഉണ്ടാകുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ആ ചോദ്യത്തിനുള്ള മറുപടി ഒന്നും സ്കൂളിൽ കിട്ടാനില്ല. അപ്പോൾ പുള്ളി സ്കൂളിൽ പോകുന്നത് ഒഴിവാക്കി അച്ഛൻ്റെ പറഞ്ഞ പ്രകാരം ഒരു തോട്ടത്തിൽ ജോലിക്ക് ചേർന്നു. ഈ തോട്ടത്തിൽ ജോലിക്ക് ചെയ്യുമ്പോൾ തന്നെ അന്ന് ബ്രിട്ടീഷുകാരിലെ ഒരു വലിയ ഉദ്യോഗസ്ഥൻ ഒരു മോട്ടോർ സൈക്കിളിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കേടുവന്ന് നിന്നപ്പോൾ പുള്ളിയോട് കുറച്ച് മണ്ണെണ്ണയും തുണിയും എടുത്തിട്ട് വരാൻ പറഞ്ഞു. പുള്ളി അത് വണ്ടി റിപ്പയർ ചെയ്തിട്ട് അത് ഓടിച്ചു പോയി. അത് കണ്ടപ്പോൾ GD നായിഡുവിന് ഭയങ്കര ഒരു ആകാംക്ഷയായി. ഈ സാധനം എങ്ങനെ ഒരു കുതിരയോ കാളയുടെ സഹായം ഇല്ലാതെ ഇത് വണ്ടി എങ്ങനെ ഓടുന്നത് അത് മനസ്സിലാക്കണം എന്നുള്ളത് വളരെ എക്സൈറ്റഡായി. പക്ഷേ അത് അന്നത്തെ കാലത്ത് പുള്ളിക്ക് അത് വാങ്ങിക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നുമില്ല. അത് വാങ്ങിച്ച് തന്നെ ആകണം എന്നുള്ള മൈൻഡ് സെറ്റിൽ പുള്ളി അവിടുന്ന് കോയമ്പത്തൂരിലേക്ക് വരികയാണ്. കോയമ്പത്തൂരിൽ ഒരു ഹോട്ടലിൽ ജോലിക്ക് ചേർന്നു. മാസം 3 റുപ്യ ശമ്പളത്തിന് അവിടെ ജോലിക്ക് നിന്ന് ഒരു 3 വർഷം അവിടെ ജോലി ചെയ്തു. അതിനുശേഷം പുള്ളി ഒരു ബൈക്ക് വാങ്ങിച്ചു. പുള്ളിയുടെ തന്നെ വാങ്ങിച്ച ഉടൻ ആദ്യം ചെയ്തത് ഫുള്ളായി അതിനെ പിരിച്ചിട്ട് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വീണ്ടും റീഅസംബിൾ ചെയ്ത് പുള്ളി അത് ഉപയോഗിച്ചു. അതാണ് പുള്ളിയുടെ ഒരു സ്പാർക്ക് എന്ന് പറയാം. അതിനുശേഷം പുള്ളി ഒരു നൂല് മില്ലിൽ ജോലി ചെയ്തു. അവിടുന്ന് പൈസ ഉണ്ടാക്കി പിന്നെ ഒരു നൂല് മില്ല് തന്നെ പുള്ളി സ്റ്റാർട്ട് ചെയ്തു. അതിന്ന് 1,00,000 കൂടുതൽ ലാഭം കിട്ടിയപ്പോൾ പുള്ളി മനസ്സിലാക്കി മുംബൈയാണ് നൂലിന് ഉള്ള ഏറ്റവും ബെസ്റ്റ് മാർക്കറ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് പുള്ളി ആ പൈസയും കൊണ്ട് മുംബൈയിലും ബിസിനസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ബിസിനസ് ചെയ്തിരുന്നു പുള്ളി. ഒരു പെയിൻ കില്ലർ, നമ്മുടെ ഈ മൂവ് പോലത്തെ ഉള്ള ഒരു ഓയിൻമെൻറ്റ് ഫോറിൻ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ ബിസിനസ് ചെയ്തു. ഈ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടി തന്നെയാണ് ചെയ്തത്. അതിലും കുറേ പൈസകൾ കിട്ടിയിരുന്നു. അപ്പോൾ ഈ മുംബൈ പോയി നൂല് ബിസിനസ് തുടങ്ങിയപ്പോൾ അതൊരു ഗാംബ്ലിങ് പോലെയാണ് അന്നത്തെ നൂല് ബിസിനസ്, അവിടെ കോട്ടൺ ബിസിനസ്. അതിൽ പുള്ളിക്ക് അത്ര ശോഭിക്കാൻ പറ്റിയില്ല. സമ്പാദിച്ച പൈസകളെല്ലാം നഷ്ടപ്പെട്ടു. അവിടുന്ന് വീണ്ടും തിരിച്ച് കോയമ്പത്തൂർ വന്നു. വീണ്ടും ഒരു ഹോട്ടലിൽ ജീവനക്കാരനായിട്ട് ജീവിതം തുടങ്ങി. അതിനുശേഷം പുള്ളി അവിടെ സ്റ്റെയിൻസ് എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷുകാരുടെ വീട്ടിൽ താമസിക്കുകയും അവിടുത്തെ ജോലികൾ പാർട്ട് ടൈം പോലെ ഇവിടെയും അവിടെ 2 ജോലികളായിട്ട് ചെയ്തുകൊണ്ട് വന്നു.
അപ്പോൾ സ്റ്റെയിൻസുകാർ അന്ന് ഈ സ്റ്റെയിൻസ് ഷെവർലയുടെ ട്രക്കുകൾ ഫോറിന്ന് ഇവിടെ ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് വിൽക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ ജി ഡി നായിഡു സ്റ്റെയിൻസിൻ്റെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നപ്പോൾ കിട്ടിയിരുന്ന ശമ്പളം പുള്ളി വാങ്ങിച്ചില്ല. പുള്ളിയോട് തന്നെ സേവ് ചെയ്ത് വെക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഇതെന്തിനാണ് നീ സേവ് ചെയ്ത് വെക്കണമെന്ന് പുള്ളി ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്കൊരു ബസ് വാങ്ങിക്കണം. നമ്മുടെ നാട്ടുകാർക്ക് യാത്ര ചെയ്യാൻ വളരെ ക്ലേശമാണ്, യാത്രാക്ലേശം കൂടുതലാണ്. അപ്പോൾ എനിക്കൊരു ബസ് വാങ്ങിച്ചിട്ട് പഴനി ടു പൊള്ളാച്ചി ഉടുമ്പൻപേട്ട വഴി ഓടിക്കണം എന്നുള്ള പുള്ളിയുടെ താല്പര്യം പറഞ്ഞു. അപ്പോൾ പുള്ളി ഇദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനസ്സ് മനസ്സിലാക്കിയിട്ട്, നീ ഇങ്ങനെ സമ്പാദിച്ച് തന്നിട്ട് ഈ ബസ് വാങ്ങിക്കാൻ പറ്റില്ല, ഞാനൊരു ബസ് നിനക്ക് ആദ്യം തരാം, നീ ബസ് ഓടിച്ചിട്ട് ആ പൈസ ലാഭം കിട്ടുമ്പോൾ എനിക്ക് അതിന് തന്ന് തീർത്താൽ മതി എന്ന് പറഞ്ഞു. പുള്ളി വളരെ ഹാപ്പി. ആ ബസ് പുള്ളിക്ക് കൊടുത്തു. പുള്ളി തന്നെയാണ് അതിൻ്റെ ഡ്രൈവർ, കണ്ടക്ടർ ഒരാളെ അപ്പോയിൻ്റ് ചെയ്ത് പുള്ളിയെ യാത്ര ആരംഭിച്ചു. ഈ സൂര്യവംശം ശരത് കുമാർ പോലെ 12 വർഷത്തിൽ ഒരു 100 ചില്ലാനം ബസ് പുള്ളി സമ്പാദിച്ചു. അതിൽ ആദ്യത്തെ വണ്ടി വാങ്ങിച്ചോ അപ്പോൾ ഒരു കണ്ടക്ടറെ കൂടെ വയ്ക്കുമ്പോൾ ആ കണ്ടക്ടർക്ക് തന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കും. അങ്ങനെ അത് പഠിച്ച് ഫുള്ളായി കഴിഞ്ഞാൽ, വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു ബസ് വാങ്ങിക്കണു, ഈ ഡ്രൈവറെ അതിൽ ഡ്രൈവറാക്കണം. അങ്ങനെ 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 ഒരു 3000-ൽ കൂടുതൽ ആൾക്കാർ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു 100 ബസ്സിൻ്റെ മേലെ ആയപ്പോൾ പുള്ളിക്ക് തന്നെ ഒരു സർവീസ് സെൻറ്റർ ആരംഭിച്ചു. നമ്മുടെ ബസ്സുകൾക്ക് വേണ്ടിയിട്ട് പുള്ളി തന്നെ സർവീസ് സെൻറ്റർ ആരംഭിച്ചു. അതുപോലെ പലയിടത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത് ജി ഡി നായിഡു ആണ്. തൻ്റെ ബസ്സുകൾ തന്നെ വന്ന് പോകാനും ഇറക്കാനായിട്ടുള്ളൊരു ബസ് സ്റ്റാൻഡ് ആരംഭിച്ചു. അതിനുശേഷം പുള്ളി ആ സമയത്ത് ഉണ്ടായിരുന്ന ബസ് മുതലാളിമാരെ എല്ലാവരെയും കൂടി സംഘടിപ്പിച്ച് UMS എന്ന് പറഞ്ഞിട്ടൊരു അസോസിയേഷൻ ആരംഭിക്കുന്നു, യുണൈറ്റഡ് മോട്ടോർ സർവീസ് എന്ന്. അതിൽ പുതിയ എന്താ പറയുക ആശയങ്ങൾ കൊണ്ടുവരികയാണ്. ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഫുൾ ഡേ പിന്നെ ചെന്നൈ ടു കന്യാകുമാരി എല്ലാ ബസ്സിലും ആൾക്ക് യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പുതിയ സ്കീമുകളൊക്കെ പുള്ളി കൊണ്ടുവരികയാണ്. അതിനുശേഷം പോളിസീസ് മാറുമ്പോൾ ടാക്സുകളൊക്കെ കൂടിയപ്പോൾ പുള്ളി ആ ബസ്സുകൾ തന്നെ തൻ്റെ അവിടുത്തെ ജോലിക്കാർക്കൊക്കെ പിരിച്ചു കൊടുത്തിട്ട് പുള്ളി ഫോറിനിൽ സ്റ്റഡീസിന് പോവുകയാണ്. ഈ സ്റ്റെയിൻസിൻ്റെ അവിടെ ജോലി ചെയ്യുമ്പോൾ തന്നെ പുള്ളി ഇംഗ്ലീഷ് പഠിച്ചിരുന്നു. അപ്പോൾ അബ്രോഡ് പോയി 3 എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പല ഡിഗ്രികൾ സ്വന്തമാക്കിയിട്ട് വന്നു പുള്ളി. പഠിച്ചിട്ട് വന്ന നോളജ് പുള്ളി ഇവിടെ വന്നിട്ട് തൻ്റെ എന്താ പറയുക, തൻ്റെ നാട്ടിലുള്ള ആൾക്കാർക്കും ഇത് മനസ്സിലാക്കണം. ഇതേപോലെ സ്കൂൾ ഡ്രോപ്പ് ഔട്ടായവർക്ക് അടക്കം പുള്ളി ക്ലാസ് എടുത്തിട്ട് പോളിടെക്നിക് അന്ന് പുള്ളിയാണ് ആരംഭിക്കുന്നത്. പോളിടെക്നിക്കിൽ ഈ ടെക്നിക്കൽ നോളജ് കൊടുക്കുക, അതുമായി ഒരു എന്താ പറയുക സ്വയം ജോലി എന്നുള്ള രീതിക്ക് ജനങ്ങളെ വാർത്തെടുക്കുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ മെയിൻ ലക്ഷ്യം. അതിൽ വിജയിക്കുകയും ചെയ്തു. 2 വർഷത്തെ കോഴ്സ് പുള്ളി അവിടെ ഫോറിനിൽ പോയ 6 വർഷം പഠിക്കേണ്ട ഒരു കോഴ്സ് പുള്ളി തന്നെ സിലബസ് പ്രിപ്പയർ ചെയ്ത് ടെക്നിക്കൽ നോളജ്, തിയറി നോളജ് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് പുള്ളി തന്നെ സിലബസ് ഉണ്ടാക്കിയിട്ട് കോളേജ് സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഒരുപാട് പേർക്ക് പഠിക്കാൻ പറ്റി, അതിൻ്റെ ഗുണങ്ങൾ ഒരുപാട് പേർക്ക് കിട്ടി. അതിനുശേഷം പുള്ളി കെട്ടിട നിർമ്മാണ മേഖലയ്ക്ക് പുള്ളി ഒന്ന് തിരിഞ്ഞു. അതിൽ പുള്ളിയുടെ ഐഡിയ പ്രകാരം 24 മണിക്കൂറിൽ തീ പിടിക്കാത്ത ഒരു വീട് എന്നാണ് പുള്ളിയുടെ കോൺസെപ്റ്റ്. അതൊരു മന്ത്രിയെ വിളിച്ച് നിർമ്മാണ ഉദ്ഘാടനവും അന്നത്തെ ദിവസം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ വീടിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ള ഉദ്ഘാടനം ചെയ്യിപ്പിച്ചിട്ടാണ് പുള്ളി വിട്ടത്. ആ കോൺസെപ്റ്റ് എന്താ പറയുക പിന്തുടരുകയാണെങ്കിൽ ഒരു 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ആർക്കും വീടില്ലാത്ത പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതടക്കം പുള്ളി മനസ്സിലാക്കി അതിന് വേണ്ടി നടപടികൾ സ്വീകരിച്ചു. പിന്നെ ഓബിയസ്ലി പിന്നെ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഓൾമോസ്റ്റ് ഉള്ളൊരു മൈൻഡ് സെറ്റാണ്, നമുക്ക് കൊടി പിടിക്കാൻ ആൾ വേണം, എല്ലാവരും രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ കൊടി പിടിക്കാൻ ആളുണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കിയ രാഷ്ട്രീയക്കാർ അധികം നല്ല കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. അത് ജനങ്ങൾ അന്നും മനസ്സിലാക്കിയിട്ടില്ല, ഇന്നും മനസ്സിലാക്കിയിട്ടില്ല, എന്നും മനസ്സിലാക്കാൻ പോകില്ല. ശരി, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതുപോലെ അങ്ങനെയാണ് പുള്ളിയുടെ കെട്ടിട നിർമ്മാണ രീതി. ഈ മാസക്കണക്കിന് വർഷക്കണക്കിന് കെട്ടിടമൊന്നുമില്ല, 2 ദിവസം 3 ദിവസത്തിൽ പരിപാടി അവസാനിപ്പിക്കണം. ഒരു കാര്യം എത്ര ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ജി ഡി നായിഡു. അതുപോലെ തന്നെ ആണുങ്ങളുടെ ട്രിമ്മർ, നമ്മുടെ ബിയർഡ് ട്രിമ്മർ ആദ്യമായിട്ട് കണ്ടുപിടിച്ച വ്യക്തി ജി ഡി നായിഡു ആയിരുന്നു. അതിനെ ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയിട്ട് അതിനെ കോപ്പിറൈറ്റ് രജിസ്റ്റർ ചെയ്തു. അതിന് കുറേ അവാർഡുകൾ കിട്ടി. അവർ തന്നെ ഒരു കോപ്പിറൈറ്റ് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. പുള്ളി അത് വിൽക്കാൻ തയ്യാറായില്ല. ഇന്ത്യയിൽ വന്നിട്ട്
സ്വയം അത് മാനുഫാക്ചർ ചെയ്തിട്ട് എല്ലാവർക്കും ചെറിയ വിലയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അതേപോലെ അന്ന് നമ്മുടെ ഇലക്ട്രിക് മോട്ടോർ വേണമെന്നുണ്ടെങ്കിൽ ഫോറിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം. അതിൻ്റെ വിലകൾ കൂടിക്കൂടി വന്നപ്പോൾ പുള്ളി തന്നെ ഇവിടെ ഉണ്ടാക്കാൻ തുടങ്ങി. ഉണ്ടാക്കിയപ്പോൾ അതിനെ സ്റ്റാമ്പിങ് ഫോറിൽ നിന്ന് തന്നെ ചെയ്യണം. ആ സ്റ്റാമ്പിങ്ങിന് ഭയങ്കര പൈസയായപ്പോൾ ആ സ്റ്റാമ്പിങ് അടക്കം പുള്ളി ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ എന്തൊരു വലിയ കാര്യം സിമ്പിളായിട്ട് നമ്മൾ തന്നെ ചെയ്യുക എന്നുള്ളതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ ഒരു വിജയം. പുള്ളി അത് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിനുശേഷം പുള്ളി ഒരു കർഷക കുടുംബമാണെന്നുള്ളത് എപ്പോഴും മറക്കാൻ പറ്റില്ല. അപ്പോൾ കാർഷിക രംഗത്തിനുള്ള വികസനവും പുള്ളിയുടെ എന്നുമുള്ള ഒരു മൈൻഡ് സെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ടൈപ്പിലുള്ള പപ്പായ ഒരു മരത്തിൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് പുള്ളിയുടെ ഒരു സയൻറ്റിഫിക് റിസർച്ചിൽ വളർത്തിയെടുത്തു. ഒരേ പപ്പാളിയിൽ മരത്തിൽ പല വെറൈറ്റി പപ്പാളികൾ കായ്പ്പിച്ചു. അതേപോലെ നമ്മുടെ തുവര അറിയാം, നമുക്ക് തുവര ഒരു സീസണാണ് നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത്. ആ പുള്ളിയുടെ തുവര വെച്ചിട്ട് 8 വർഷം തുവര കിട്ടും എന്നായിരുന്നു പുള്ളിയുടെ കണ്ടുപിടുത്തം. അതുപോലെ വാഴകൾ, അങ്ങനെ ഓരോ പയരും ഓരോ കാർഷിക ഉൽപ്പന്നവും പുള്ളി ഡെവലപ്പ് ചെയ്തിട്ട് പല രീതിക്ക് അതിനെ കൊണ്ടുവന്നിരുന്നു. അതിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് അതിനെ എല്ലാവിടേക്കും എത്തിച്ചില്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം നമ്മുടെ ചോളം അറിയും, അത് സാധാരണ ഒരു 4 അടി 5 അടിയാണ്. പുള്ളിയുടെ കണ്ടുപിടുത്തത്തിൽ 20 അടി 25 അടി വരയ്ക്കും ചോളം വളർന്നിട്ടുണ്ടായിരുന്നു. അത് പുള്ളി അതിന് പല വർഷങ്ങൾ അതിന് വേണ്ടിയിട്ട് ചിലവഴിച്ചു. അതിലെല്ലാം വിജയം കാണുക തന്നെ ചെയ്തു. അപ്പോൾ പുള്ളിയുടെ കോൺസെപ്റ്റിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു 10 ഏക്കറിൽ ചെയ്യുന്ന കൃഷി പുള്ളിയുടെ കോൺസെപ്റ്റിലും പുള്ളിയുടെ വളരെയധികം വളർച്ച രീതിയിലും ചെയ്യുകയാണെങ്കിൽ 1 ഏക്കറിൽ നമുക്ക് അത്രയും ഈൽഡ് കിട്ടും എന്നുള്ളതാണ് പുള്ളിയുടെ കണ്ടുപിടുത്തങ്ങൾ. അതിനുശേഷം ഈ പറഞ്ഞ പോലെ പുള്ളി ഒരു 1974 ആ കാലഘട്ടങ്ങളിൽ പുള്ളി മരിച്ചു, ജനുവരി 4, 1974. എങ്കിലും പുള്ളിയുടെ കണ്ടുപിടുത്തങ്ങൾ ഇപ്പോഴും മായാതെ തന്നെ ഉണ്ട്. നമ്മൾ ഈ കോയമ്പത്തൂർ പോവുകയാണെങ്കിൽ ഈ മ്യൂസിയത്തിൽ എവിടുന്ന് കാറ് തുടങ്ങി ഏതേത് മാറ്റങ്ങൾ വന്നു എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. ഒരു എഞ്ചിൻ്റെ പ്രവർത്തന രീതി അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലുപരി സയൻസ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു 32 GB പെൻ ഡ്രൈവ് എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമല്ല. പക്ഷേ ഈ കമ്പ്യൂട്ടർ തുടങ്ങിയ കാലത്ത് വെറും 8 MB സ്റ്റോറേജ് സ്പേസിന് ഒരു ജനറേറ്ററിൻ്റെ അത്രയും വലുപ്പമുള്ള ഒരു സ്ഥലം വേണ്ടി വരുന്നു ആ സ്റ്റോർ ചെയ്യാനായിട്ട്. അത് ഇപ്പോഴത്തെ കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വരും. പക്ഷേ അത് കണ്ട് മനസ്സിലാക്കണം. കാൽക്കുലേറ്റർ എല്ലാം അവിടുത്തെ സയൻസ് മ്യൂസിയമാണ് മസ്റ്റ് വാച്ച്. കാരണം ഓരോ കാര്യങ്ങളും നമ്മൾ ഏതേത് സ്റ്റേജ് കടന്നു വന്നു എന്നൊരു കാൽക്കുലേറ്റർ എവിടുന്ന് തുടങ്ങി ഇപ്പോൾ എവിടെ വന്ന് നിൽക്കണു എന്നുള്ളതടക്കം അവിടെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ടൈപ്പ് റൈറ്റിംഗ്, ഫാക്സ് ഒന്നും ഇപ്പോൾ ആർക്കും അറിയണത് തന്നെ ഇല്ല. ഫാക്സ് അത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഒരു കമ്പ്യൂട്ടർ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഒരു വാച്ച് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള പോലെ എല്ലാ കാര്യങ്ങളും. ഒരു ക്യാമറ പുള്ളിക്ക് വലിയൊരു ഹരമായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഓരോ സിറ്റുവേഷൻ, ഓരോ വ്യക്തികൾ കാണാൻ വന്നതും പുള്ളി സന്ദർശിച്ചതുമായ കാര്യങ്ങളെല്ലാം പുള്ളി പകർത്തിയത് അവിടെ ഫോട്ടോ ആയിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഈച്ച് ആൻഡ് എവരി തിങ്സ് ഇൻ സയൻസിൽ നമ്മൾ ഇപ്പോൾ നിത്യോപയോഗിക്കുന്ന പല സാധനങ്ങളും എവിടുന്ന് തുടങ്ങി എന്നുള്ളത്. അതേപോലെ തന്നെ ആ ഹാള് തന്നെ സെൻസർ വെച്ചിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലൈറ്റ് നമ്മൾ കടന്നു പോകുമ്പോൾ ലൈറ്റ് കത്തും, നമ്മളപ്പുറത്ത് കടന്നതും ലൈറ്റ് കെടും, കണ്ടില്ലേ? അപ്പോൾ അതും എന്താ പറയുക, എനർജി സേവിങ്. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കാറുണ്ട്. ഇത് നമുക്കൊരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ നമുക്കിതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ കുട്ടികളെ തീർച്ചയായിട്ടും കാണിച്ചു കൊടുക്കണം. കാരണം എവിടുന്ന് തുടങ്ങി ഓരോ കാര്യങ്ങൾ ഇപ്പോൾ അവർ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺസ്, ഇപ്പോൾ ആ ഫോണ് നമ്മൾ ഇപ്പോൾ ലാൻഡ് ഫോണിൽ നമ്പർ കുത്തി വിളിക്കാൻ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അതുപോലെ എവിടുന്നാണ് അത് തുടങ്ങിയെന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കാണണം. ഈ മഹത് വ്യക്തിയെക്കുറിച്ച് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2 ദിവസമൊക്കെ ഇരുന്ന് പറയാനുള്ള അത്രയ്ക്കുള്ള കാര്യങ്ങളുണ്ട്. പുള്ളി മീറ്റ് ചെയ്ത ആൾക്കാർ, ബുദ്ധിമുട്ടിയ കാര്യങ്ങൾ, അങ്ങനെ തൻ്റെ സൃഷ്ടിക്കൊക്കെ ഒരുപാട് ടാക്സ് ഇടണമെന്ന് കണ്ടപ്പോൾ പുള്ളി എല്ലാവരെയും വിളിച്ചു കൂട്ടി, പിന്നെ മന്ത്രിമാരെ എല്ലാവരെയും വിളിച്ച് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ ഞാൻ തല്ലിപ്പൊട്ടിക്കാൻ പോകണു എന്നടക്കം പുള്ളി ഒരു മേടയിട്ട് പറഞ്ഞതാണ്.
അതിന് ധൈര്യം കാണിച്ച വ്യക്തിയും കൂടിയാണ്. ധൈര്യത്തിൽ ഒരു എള്ളളവ് കുറവില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം ഒരു പരിധി വരയ്ക്കും. ഇനിയും പുള്ളിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. സാധിക്കുമെങ്കിൽ എല്ലാവരും ഒന്ന് പോയി മ്യൂസിയം കാണുക. ഇപ്പോൾ അത് നടത്തുന്നത് GD ട്രസ്റ്റീസാണ്. ട്രസ്റ്റീസ് പറയുമ്പോൾ തന്നെ പുള്ളിയുടെ മകൻ, പേരക്കുട്ടി, വൈഫ്, അങ്ങനെ എല്ലാവരുമാണ് ആ ട്രസ്റ്റിയിൽ അംഗങ്ങൾ. വളരെ നീറ്റായിട്ട് വളരെ ഭംഗിയായിട്ട് ആ ബിൽഡിങ് തന്നെ ഒരു എന്താ പറയുക ഒരു കണ്ടുപിടുത്തമാണ്. നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ എവിടെ നമ്മൾ എൻട്രി എവിടെ എക്സിറ്റ് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ അതിശയിച്ച് പോകും. അതുമാതിരിയാണ് അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ തന്നെ. എല്ലാവരും ഒന്ന് പോയി കാണുക. പുള്ളിയെ ഓർക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലെത്താം. എല്ലാവർക്കും ഗുഡ് ഡേ. താങ്ക് യു.